ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പർ കമ്മലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനുള്ള മെറ്റീരിയൽസ് നോക്കാം. റിങ്സ് വേണം, പ്ലെയിൻ ആയിട്ടുള്ള റിങ്സ്, പിന്നെ ഗോൾഡൻ കളർ കുഞ്ഞു ബീഡ്സ്, ഐപ്പിൻസ്, ലോറിയൽസ്, വൈറ്റ് കളർ ബീഡ്സ്. വൈറ്റ് കളർ ബീഡ്സ് പറയുമ്പോൾ ഈ ഗോൾഡൻ കളർ ബീഡ്സിനേക്കാൾ കുറച്ച് വലിപ്പം കൂടിയത്. അപ്പോൾ ഇനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഐപ്പിൻ എടുക്കുക, അതിൻ്റെ ലൂപ്പ് പ്ലെയർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അകത്തുക സൈഡിലോട്ട്. അതിലോട്ട് ഈ ലോറിയൽസ് കോർക്കാം. ലോറിയൽസ് തന്നെയാണ് കുങ്കുരു. അപ്പോൾ 3 കുങ്കുരുവാണ് ഞാൻ ഒരു ഐപ്പിനിൽ കോർക്കുന്നത്. അപ്പോൾ കോർത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ട് ഈ ലൂപ്പ് അകത്തിയത് നേരത്തെ പോലെ തന്നെ നന്നായി ചേർത്തി നല്ല ലോക്ക് ചെയ്ത് വെക്കാം. അതായത് ലോറിയൽസ് അഴിഞ്ഞു വരരുത്. അതിനുശേഷം നമുക്ക് അതിലോട്ട് മുത്ത് കോർക്കാം. വൈറ്റ് കളർ മുത്താണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ, അതിനുശേഷം ഗോൾഡൻ കളർ മുത്ത്. ഈ 2 മുത്ത് കോർക്കുക. അതായത് ലോറിയൽസിന് മാച്ചായിട്ട് വൈറ്റ് കളർ എടുത്താണ് വേറെ കളർ മുത്ത് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ലോറിയൽസ് ഉണ്ടെങ്കിൽ ഏത് ലോറിയൽസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അതേ സെയിം കളർ മുത്ത് എടുക്കാം. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കാനുള്ള ലെങ്ത്ത് മാത്രം ഐപ്പിനിൽ വെച്ചിട്ട് ബാക്കി നമുക്ക് കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കാം. കാരണം റിങ്ങിലോട്ട് കോർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കോർക്കാൻ വേണ്ടി ചെറിയൊരു ലൂപ്പേ നമുക്ക് ആവശ്യമുള്ളൂ. വലുതായി കഴിഞ്ഞാൽ അത് ലൂസായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പീസ് നമ്മളിപ്പോൾ ഉണ്ടാക്കി ഇതേപോലെയുള്ള ഒരു 11 ഞാൻ ഒരു കമ്മലിൽ കോർക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ളൊരു 11 ഞാനിവിടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെ കോർക്കേണ്ടതെന്ന് കൂടി നോക്കാം. അപ്പോൾ അതിനായി റിങ് എടുക്കുക. റിങ്ങിൻ്റെ അറ്റത്ത് ബെൻഡായിരിക്കുന്ന ഭാഗം ഉണ്ടാവും. അതൊന്ന് സ്ട്രെയിറ്റ് ആക്കുക. നമുക്ക് കോർക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിറ്റ് ആക്കുന്നത്. കോർത്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ ബെൻഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഫസ്റ്റ് ഗോൾഡൻ കളർ മുത്താണ് കുറച്ച് കോർക്കുന്നത്. ഒരു 10 ഗോൾഡൻ കളർ മുത്ത് ആദ്യം കോർക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഈ നമ്മൾ കോർത്ത് വെച്ചത് ലോറിയൽസ് കോർത്ത് വെച്ചത് കോർക്കുന്നത്. 10 മുത്ത് കോർക്കുക. അതായത് റിങ്ങിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് മുത്തിൻ്റെ എണ്ണത്തിൽ മാറ്റം വരും. ഇത് ഞാനൊരു നടുവിൽ മാത്രം ഒരു 11 ഈ മുത്തുകൾ വൈറ്റ് കളർ മുത്ത് കോർക്കാനുള്ള സ്പേസ് കണക്കാക്കി നോക്കിയപ്പോൾ 2 സൈഡിലും 10 ഗോൾഡൻ കളർ മുത്ത് കോർക്കാനുള്ള ഗ്യാപ്പാണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 10 ഗോൾഡൻ കളർ മുത്ത് കോർത്തു. അതിനുശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ലോറിയൽസ് കോർത്ത് വെച്ചിരിക്കുന്ന ഐപ്പിൻ ഒന്ന് കോർക്കുക. വീണ്ടും ഒരു ഗോൾഡൻ കളർ മുത്ത്, വീണ്ടും ഒരു ഐപ്പിന്, അങ്ങനെ ആ ഒരു ഓർഡറിൽ കോർക്കാം. അപ്പോൾ 11 കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഗോൾഡൻ കളർ മുത്ത് ആദ്യം കോർത്ത പോലെ തന്നെ 10 കോർത്തിട്ടത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഈ ഗോൾഡൻ കളറിന് പകരം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളറിനെ കോർക്കാം. വൈറ്റ് കളർ മുത്ത് കുറച്ച് വലുത് വേണമെങ്കിലും കോർക്കാം, അല്ലെങ്കിൽ ചെറുത് വേണമെങ്കിലും കോർക്കാം. അപ്പോൾ ഓരോ ഡിസൈൻ ചെയ്താലും അതിന് അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാകും. അപ്പോൾ ഓരോരുത്തർ ചെയ്യുമ്പോഴും ചെറിയ വ്യത്യാസമൊക്കെ വരുത്തി അവരുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ചെയ്യാം. ഡ്രസ്സിന് മാച്ചായ കളർ യൂസ് ചെയ്യാം. ഞാൻ ഇതേ മോഡലിൽ ഒരു കമ്മൽ നേരത്തെ ചെയ്തിരുന്നു. പക്ഷെ അതിൽ ഐപ്പിനിൻ്റെ പകരം ഹെഡ് പിന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലോറിയൽസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഹെഡ് പിന്നിൽ മുത്ത് കോർത്തിട്ടായിരുന്നു ഇതുമാതിരി ഒരു ഡിസൈൻ ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇത് കുറച്ചുകൂടി ലോറിയൽസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭംഗി കൂടുതൽ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ കൂടി ചെയ്തത്. അപ്പോൾ ഇവിടെ മുഴുവൻ കോർത്ത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത ആ ബെൻഡ് ഒന്ന് പഴയതുപോലെ തന്നെ ജസ്റ്റ് ബെൻഡ് ചെയ്ത് വെക്കാം. എങ്കിൽ നമുക്ക് കമ്മലിടുമ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഭാഗം ബെൻഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യാം. അപ്പോൾ ഈ മുത്ത് അഴിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ അവിടെ ലാസ്റ്റ് മുത്തിൻ്റെ അടിയിൽ മാത്രം കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്താൽ മതി. ചെറുതായിട്ട് ഏതെങ്കിലും ഗം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ മുത്ത് രണ്ടും അവിടെ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സൂപ്പർ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കമ്മലാണ്. എല്ലാ ഡ്രസ്സിൻ്റെ കൂടിയും മാച്ചാകുന്ന, എല്ലാവർക്കും ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്